ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് 2 ചേരുവ മാത്രമേ ആവശ്യമുള്ളൂ. ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ഡയറി മിൽക്കൊക്കെ കഴിക്കില്ലേ, ഓൾമോസ്റ്റ് ആ ഒരു ടേസ്റ്റാണ് നമുക്കിത് കഴിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് സെറ്റ് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാൻ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ അലുമിനിയം ഫോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അലുമിനിയം ഫോയിലിനേക്കാൾ കുറച്ചും കൂടി നല്ലത് ബട്ടർ പേപ്പർ ആണ്. കാരണം അലുമിനിയം ഫോയിലിന് ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഒന്നും ഇല്ലെങ്കിൽ വീട്ടിലെങ്ങനെയാണ് വൈറ്റ് പേപ്പർ വെച്ച് ബട്ടർ പേപ്പർ ഉണ്ടാക്കാൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ് ബൗളിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനൊരു 300 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ബേക്കിങ്ങിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങിക്കുന്ന കടയിൽ കിട്ടും ഡാർക്ക് ചോക്ലേറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഹോം മെയ്ഡ് വേണമെങ്കിൽ അത് എടുക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ടിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ 400 ഗ്രാമാണ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുള്ളത്. 300 ഗ്രാം ചോക്ലേറ്റിന് 400 ഗ്രാം മിൽക്ക് മെയ്ഡ് വേണം. അപ്പം ഞാനിത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട്, നമ്മുടെ ചായപാത്രം ഉണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഗ്ലാസ് ബൗളൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഈ വെള്ളവും ഗ്ലാസ് ബൗളും അടിയിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്കൊരു മീഡിയം ചൂടിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. വളരെ കുറച്ച് സമയമേ വേണ്ടുള്ളൂ. കാരണം അടിയിൽ നിന്ന് ചൂട് കയറുമ്പോൾ തന്നെ ഇത് മെൽറ്റായിട്ട് തുടങ്ങും. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഇത് നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. കുട്ടീസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. അത് അപ്പം തന്നെ തിന്ന് തീർക്കും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഫഡ്ജാണിത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിപ്പോൾ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ മെൽറ്റാവും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അത്യാവശ്യം ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയില്ലാതെ ഇതേപോലെ നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. കണ്ടില്ലേ, ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ട്രേക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ കാണുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ചോക്ലേറ്റിന് വേണ്ടത്. ഇനി നമുക്കിത് പുറത്തൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ 1-1.5 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. കാരണം ഒരുപാട് ഹാർഡായി കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് ക്രീമി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3-4 മണിക്കൂർ വെക്കണം. അപ്പോൾ അതേ ഇതിൻ്റെ ആ അലുമിനിയം ഫോയിലൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറാണ് നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് ഇത് കളയാനായിട്ട്. കാരണം അലുമിനിയം ഫോയിൽ കീറിപ്പോവും നമ്മൾ എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിതെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് കുട്ടീസിനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ചെയ്തെടുക്കാം. കട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം നിങ്ങളൊരു 3-4 മണിക്കൂർ വെക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ആ ഒരു ഡയറി മിൽക്കിൻ്റെ ആ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടി ഞാനൊരു 1-1.5 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല ക്രീമി ആയിട്ടുള്ള നമ്മൾ വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു പരുവാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലൊക്കെ കുട്ടീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പീസ് പോലും ബാക്കി ഉണ്ടാവില്ല. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ചോക്ലേറ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അത്ര രുചിയാണ് കഴിക്കാനായിട്ട്. ഞാനിത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ ഞാൻ കുറച്ച് കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.